മീൻ കറി വെക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ കടുകിടുക. ശകലം ഉലുവ പൊടിയോ ഇടണം. ഞാൻ ഉലുവ ഇട്ടത്. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടാം. കറിവേപ്പില ഇടാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ബ്രൗൺ കളറായി. ഞാൻ മുളക് പൊടി ഇടുവാണ്. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇടുവേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. വെള്ളം ഒഴിക്കുവാണ്. ശകലം വെള്ളം കൂടെ ഒഴിക്കാമേ. ഇവിടെ ഞങ്ങൾക്ക് ചാറാണ് ഇഷ്ടം കൂടുതൽ വേണ്ടിയത്. ആവശ്യത്തിന് ഉപ്പ് ഇടുവാന്നേ. എനിക്ക് സ്പൂണിലിട്ടാൽ അളവ് അറിയത്തില്ല. കൈ കൊണ്ട് വാരി ഇട്ടാലേ അളവ് തിട്ടുള്ളേ. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടായിട്ട്. ഞാൻ ഇച്ചിരി പുളി ഇടുവാണ് ആവശ്യത്തിനുള്ള. അതിതൊന്ന് തിളച്ച് വന്ന് എണ്ണ തെളിയട്ടെ. ഇത് എണ്ണ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി മീൻചട്ടി ഗ്യാസിലോട്ട് വെച്ചു. കരിയാപ്പിലയാണെങ്കിൽ ഞാൻ ഈ ചട്ടിയുടെ നടുക്ക് 3-4 തണ്ട് കരിയാപ്പില ഇടുവേ. ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ പേർക്കി അതിനകത്തോട്ട് ചട്ടിയിലോട്ട് വെക്കുവാണേ. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി മീനോ ഒരു നമുക്ക് പെറുക്കിയിടാം. ഇച്ചിരി ഗ്രേവി ഒഴിക്കാമേ നമുക്ക്. അടുത്ത മീൻ കഷ്ണം കൂടെ ഇടാം. മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിക്കാമേ. ഈ മീൻ ചെറുക കിടന്നത് വേകട്ടെ. നമുക്ക് 2 കരിയാപ്പിലും കൂടി ഇടാം. ഇതൊന്ന് അടച്ചു വെക്കാം. മീൻകറി നമ്മൾ ഗ്യാസിൽ നിന്ന് അടുപ്പയിലോട്ട് മാറ്റി കേട്ടോ. അടുപ്പ വെക്കുന്ന എനിക്കിഷ്ടം മീൻകറിയെ. ഞാൻ മീൻകറി ഒരു ഇച്ചിരി കൊഴുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഈ വിറകിഞ്ഞ് വലിക്കാമേ. വലിച്ചിട്ട് ആ തീക്കനലിനകത്ത് കിടന്ന് ആ മീനൊന്ന് വേകണം. വെന്തൊന്ന് എണ്ണ തെളിയോ നേരത്തേന്. ആ മീൻകറി കൂട്ടാനാണ് നല്ലത്. നമുക്ക് ആ തീ ഒന്ന് വലിച്ച് വെച്ച് ആ കനലിനകത്ത് ഇടാം കേട്ടോ. നമ്മുടെ മീൻകറി റെഡിയായേ. അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി. മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.